ആൻസർ പറയണ്ടേ? അങ്ങനല്ലേ? ചോദ്യം ആദ്യം ശ്രദ്ധിക്കുക. ചോദ്യം എല്ലാവരും ശ്രദ്ധിക്കുക. അല്ല ഇവിടെ പറയും, അത് കേട്ടാൽ മതി. ചോദ്യം എല്ലാവരും ശ്രദ്ധിക്കുക. നറുക്കെടുക്കും, ആ വ്യക്തിയാണ് ഉത്തരം പറയുന്നത്. നറുക്കെടുക്കുന്നത് ഇവിടെ തന്നെയാണ്. പേര് നിങ്ങൾ നേരത്തെ എഴുതി വെച്ച ഓർഡർ പ്രകാരമുള്ള നമ്പർ പേരായിരിക്കും. കേട്ടിട്ടുണ്ടോ? മനസ്സിലായി? ഇതിനകത്തുണ്ടാവും, ഈ മിനിറ്റിലുണ്ടാവും നിങ്ങൾ എഴുതിയ പേര്. അവനാണ് നമ്പർ അതനുസരിച്ച് വിളിക്കും. ആളാണ് ഉത്തരം പറയുന്നത്. ചോദ്യം പാസ്സില്ല, മറ്റൊരാൾ പറഞ്ഞു കൊടുക്കാനും പാടില്ല. ഓക്കെ? ഉത്തരം പറഞ്ഞിട്ടില്ലെങ്കിൽ ആ ചോദ്യം അടക്കം മാറ്റി വെക്കും. അയാൾ അവിടെ തന്നെ കിടക്കും. അയാൾക്കില്ല ചാൻസ്. മറ്റൊരാൾക്ക് കൊടുക്കുന്നത് വേറെ നറുക്കാണ്, വേറെ ചോദ്യമാണ്. ഓക്കെ? കേട്ടില്ല എല്ലാവരും? അത്രയും ഞാൻ പറഞ്ഞില്ല. അതേ സാധിക്കും. പാടില്ലാന്നും പറഞ്ഞ് വേറെ മൈക്കും സെറ്റും പാടില്ല. എല്ലാവരും ചോദ്യം എല്ലാവരും ശ്രദ്ധിക്കണം. ചോദ്യം എല്ലാവരും ശ്രദ്ധിക്കണം. ഇസ്ലാമികമുണ്ട്, ജനറൽ ഉണ്ട്. ഞാൻ തന്നെടുത്തു. കർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്ന ജീവി. കർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്ന പേര് വായിക്കണ്ടേ? ചോദ്യം കേട്ടില്ല. കർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്ന ജീവി. പേരാ പറയരുത്. ചോദ്യം നമ്പർ 24. നമ്പർ 24 ആർക്കും അറിയോ? ഉത്തരം വന്നാൽ ഒന്നും നോക്കണ്ട. ആൾക്ക് എന്താ വരുന്ന അറിയാം. 24 വായിക്കാൻ പോണ്. ശംഷീർ. അവിടെ ഇരുന്ന് പറഞ്ഞാൽ ഉത്തരം തെറ്റാണ്. ഉത്തരം തെറ്റാണ് അവസാനം പറയുന്നതാണ്. കഴിഞ്ഞ ആൾക്ക് ഈ ചാൻസ് ഉണ്ടാവില്ല. അടുത്തത് നമ്പർ 18. ചോദ്യം വായിച്ചില്ല. ചോദ്യം അടുത്തേക്കൂടെ ശ്രദ്ധിക്കാം. 18 സ്വന്തം നമ്പർ പറഞ്ഞു തരണം. ഓരോരുത്തർക്കൊന്ന് പറഞ്ഞു തന്നിട്ട്. ഉഹദ് യുദ്ധത്തിൽ എത്ര മുഹാജിറുകൾ ഷഹീദായി? ഷാനു പറങ്ങാട്ട്. ഉഹദ് യുദ്ധത്തിൽ എത്ര മുഹാജിറുകൾ ഷഹീദായി? ക്ലാസ്സുണ്ടോ? അടുത്ത ആള് ചോദ്യം നമ്പർ 30 ആളില്ല. 30 ആളില്ലല്ലോ. ഇല്ല. 30 നടക്കുന്നത്. ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം പറയാം. നമ്പർ 13. 13 സിദ്ദീഖ് വി കെ. ഹംസാറിനോടൊപ്പം അദ്ദേഹത്തിന്റെ അതേ ഖബറിൽ മറവ് ചെയ്ത സഹാബി. ഹംസാറിൽ അടുത്തിപ്പോ ഉംറക്കൊക്കെ പോയാലും അറിയാലോ. ഉംറക്ക് പോയാലും മിക്കവാറും ആളുകൾ ഹംസാറിന്റെ ഖബറിൽ ഒരാളെയും കൂടി മറവ് ചെയ്തിട്ടുണ്ടല്ലോ. അത് ഉസ്താദ് പറഞ്ഞു തന്നത്. അതെ, അതാ ചെറിയ ചോദ്യമാണ്. സിമ്പിളായിട്ട് എന്റെ നമ്പർ എന്ന് പറഞ്ഞിരി. എന്റെ നമ്പർ എത്രയെന്ന് പറഞ്ഞു. 23 22. ടിക്ക് ചെയ്യണം കേട്ടോ. ടിക്ക് ചെയ്യാന് അല്ല ഈ ചോദ്യം വേണേ നോക്കി. കേരളത്തിലെ ഏറ്റവും തെക്കറ്റത്തെ കായല്. നമ്പർ 5 അരിയിലാവുന്നക്കോയ. ചോദ്യം വായിക്കി. ചോദ്യം ഒന്നോട് വായിച്ചു കൊടുക്കും. എത്ര നബിമാരുടെ പേര് പരാമർശിച്ചിട്ടുണ്ട്? ഓപ്ഷൻ ഉണ്ടോ? ഖുർആനിലെ എത്ര നബിമാരുടെ പേര് പരാമർശിച്ചിട്ടുണ്ട്? അരിയിലാവുന്നക്കോയ. സ്റ്റാൻഡപ്പ്. നമ്പർ 6. പറഞ്ഞോ? വായിച്ചോ? KP മുഹമ്മദ്. വായിക്കി. 9. നമ്പർ KP വായിക്കി.
എല്ലാ പഞ്ചായത്തുകളിലും കമ്പ്യൂട്ടർ വൽക്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. എല്ലാ പഞ്ചായത്തുകളിലും പഞ്ചായത്തുകളിലും ഒരു സാമൂഹ്യ പ്രവർത്തകനല്ലേ? ആദ്യം ഇന്ത്യന്റെ സംസ്ഥാനമാണ്. അത് കേരള ആകാം, എവിടെ ആകാം, എല്ലായിടത്തും ആകാം. സംസ്ഥാനമാണ്. അടുത്തത് 22. സംസ്ഥാനമാണ്. കഴിഞ്ഞ രണ്ടെണ്ണം വിളിച്ചു പറഞ്ഞ തെറ്റുകയില്ലേ? മതി. 22. കേരളം പറഞ്ഞ് കൊച്ചി തെറ്റിപ്പോയി. അല്ല അല്ല കഴിഞ്ഞില്ലേ? മാസലാമ 22. അല്ല ശരിയല്ല. ശരിയാണ്. 22 വിളിക്കുക. ആ ഇവിടെ പറയട്ടെ, ചോദ്യം പറയട്ടെ. ചോദ്യം വായിക്കും. ചോദ്യം വായിക്കും. 22 ആൾ വിളിച്ചാലാണ് ശ്രദ്ധിച്ചോളൂ. അയാൾ മാത്രം ആരാ ആരിപ്പോ ഒന്നും കൂടി കഴുത്ത് നേരത്തെ കുറച്ചൊന്നും ഇങ്ങോട്ട് അങ്ങനെ അങ്ങനെ വെച്ചാൽ മതി. അടുത്ത ആള് ഞാൻ കൂളറ് ഇനി അടുത്ത് ആ ചോദ്യം വായിക്കണ്ടേ? ചോദ്യം വായിക്കണ്ടേ? നമ്പർ 8 ആണ് കേട്ടോ. 8ന്റെ വ്യക്തിയാണ് 8ലേക്ക് വരുന്നത്. എല്ലാ ആയത്തിലും അള്ളാഹുവിന്റെ നാമമുള്ള ഫിറോസ് ഖാൻ എല്ലാ ടി പി. ആയത്തിലും അള്ളാ 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 എന്നുള്ള ആയത്തുകളുണ്ട്. അത് ഏത് സൂറത്തിലാണ്? അതായത് 10 ആയത്തിന്റെ 10 ആയത്തിലുണ്ട് അള്ളാന്ന് തുടങ്ങുന്ന നാമം. പത്തായത്തുണ്ട്, അതില്ല അത് വന്നാലും ഇല്ല. 10 അല്ല, അത് ആയത്ത് തീരുന്ന വരെ ഉണ്ട് അള്ളാന്റെ നാമം. നമ്പർ 2. ചോദ്യം വായിച്ചോളൂ. നമ്പർ 2 വായിക്ക്. അബ്ദുൽ ലത്തീഫ് അബ്ദുൽ ലത്തീഫ്. വേറാണ് ഹാഫി. ആ എന്താണ് ചോദ്യം വായിച്ച്? പ്ലേസ് കൊണ്ടുപോകും. ആദ്യത്തെ സമ്മാനമായിരിക്കും. യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധ സഞ്ജനം. സഞ്ജനം അടുത്ത് അല്ല, സന്നറല്ല, സുഗന്ധ സഞ്ജനം. യവനപ്രിയ എന്നറിയപ്പെടുന്ന അടുത്ത് 27. ഇല്ല. അഷറഫ് ഈ ഓഡിയോ ഈ അഷറഫ് ആരിഫ് അല്ല അല്ലെ നിങ്ങളൊന്ന് ഈ ഓഡിയോ ഒന്ന് പിടിക്കുവോ? 17 പറയട്ടെ, ചോദ്യം പറയട്ടെ. മുഹമ്മദ് നസീർ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം വിവാഹം ചെയ്ത അതിനെ മാറ്റിയേക്കുന്നേ പറഞ്ഞൂടെ? പറയട്ടെ, ഫസ്റ്റ് പറയട്ടെ. നിങ്ങളാണ് ഖദീജ ബീവിക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം വിവാഹം കഴിച്ചത് ആരാണ്? ഖദീജ ബീവിയുടെ മരണപ്പെട്ടതിന് ശേഷം ഇന്നത്തെ വിവാഹം ചെയ്ത ആരാണ്? അടുത്ത് മാറ്റിയേക്കരുത്. ആയിഷല്ലല്ലോ, ഇല്ല സമാനല്ല. കഴിഞ്ഞ് പാസ് കേട്ട് അതാ നറുക്ക് വരുന്നേ. ഇനി ഏറ്റവും എളുപ്പമുള്ളതാണ്. ജനറൽ 14 റഫീഖ്. എല്ലാവർക്കും കൊടുത്തു ഓരോന്ന്. റഫീഖിനാണ്. അതായത് അബൂ തുറാബ് എന്ന് വിളിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ തുറാബ് എന്ന പേര് വിളിക്കപ്പെടുന്നു. ആ സഹാബി ആരായിരുന്നു? അബൂ തുറാബ്. അതായത് മണ്ണില് ഉരുണ്ട് കളിക്കുന്നത് കൊണ്ട് അബൂ തുറാബ് പറഞ്ഞാൽ മണലാണല്ലോ. അപ്പൊ മണ്ണിൽ ഏത് സമയവും മണ്ണിലുണ്ടാകുക. പോരാ, ആരും ഇതിട്ടണോ? അടുത്ത നമ്പർ PM അതിലേക്കാണ്. അത് ചിലപ്പം കൊണ്ടുപോകും. സ്വർഗത്തിന്റെ കവാടം എത്ര ആണല്ലേ? നരകം 7 എണ്ണാണ്. സ്വർഗത്തിന്റെ ഇനി അടുത്ത് നറുക്ക് പറയും. നറുക്ക് ഇഷ്ടമാരുണ്ട്. 23 ഹാരിഫ്. ആരിഫിന് അല്പം കിട്ടാൻ മതി. KSRTC എയർപോർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ?
SRTC ഹെഡ്ക്വാർട്ടേഴ്സ് കൈയടി ആണ്ടി ആണ്ടി ഏറ്റ് വാങ്ങി നോക്ക്. ഫോട്ടോ എടുക്ക് ഇതുവരെ ആരും ഒന്നും പറഞ്ഞില്ലേ? സെക്രട്ടറി ആരും പറഞ്ഞില്ലേ? ഓ അറിഞ്ഞിട്ടല്ല തിരുവനന്തപുരം അടിച്ചു വിട്ടു. കപ്പ് നമ്മളെ എംബിളുള്ള പുറത്തെടുത്തിട്ടാണ് നടക്കുന്നത്. അങ്ങനെ നടത്തില്ല. ആയിക്കോട്ടെ, അങ്ങനെ മതി. അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ആരാണ് ഏത് ചോദിക്കുന്നത്? ആണോ നോക്കി ചോദിക്കല്ലേ? ആ എന്നാ ചോദിക്ക്. ഇത് ചോദിച്ചു ചോദിക്ക്. നൂഹ് നബിയുടെ ഇതിനെ ശ്രദ്ധിക്കണം കേട്ടോ. പേര് ഞാനാ. അത് ശരിയാ. ചോദിക്ക്. അല്ല, കമ്മിറ്റിക്കാർ വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ അറിയുന്നില്ല. വേറെ ചോദ്യം വരും. അത് അപ്പൊ കൊടുത്തപ്പോ നറുക്കടുത്ത വന്നല്ലേ, ഞാനല്ലല്ലോ. അല്ല 19 അല്ല. ചോദ്യണ്ട്. ജുമായുടെ ആദ്യത്തെ ബാങ്ക് നടപ്പിലാക്കിയ ഖലീഫ ബാങ്ക് വിളി. ജുമായുടെ ആദ്യ ബാങ്കില്ലേ അത് ഏത് ഖലീഫ നടപ്പിലാക്കിയ ഖലീഫ ആരാണ്? ഉമർ അല്ല. പോയി അടുത്ത് നമ്പർ എടുത്താ അവിടെ എടുത്തിട്ടു. നമ്പർ 11 ശ്രദ്ധിക്കാം. റഷീദ് TC. റഷീദ് ഉണ്ട് നിങ്ങളുടെ കൂടുതൽ. റഫീഖ് ഒന്ന് കഴിഞ്ഞല്ലോ. TC. അടുത്ത റഷീദ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഗ്രൂപ്പിലുണ്ടോ? ഉണ്ടോ? ഞാനൊന്ന് ചോദിച്ചോ. അതൊന്ന് ചോദിച്ചോ. നസീർ നാസർ നമ്പർ നാസർ നൂഹ് നബിയുടെ കപ്പൽ തട്ടി നിന്ന പർവ്വതം, അതിന്റെ പേര്, ആ പർവ്വതത്തിന്റെ പേരെന്താണ്? അതിന് ഓപ്ഷൻ ഉണ്ട് 3 എണ്ണം. 1 ദിയാർ ബക്കർ, 2 ജൂതി മല, 3 അറാറത്ത്. ഈ എല്ലാത്തിനും ഓപ്ഷൻ എഴുതിയത് ദിയാർ ബക്കർ, ജൂതി, അറാറത്ത്. ജൂതി കൊടുക്ക് പൈസ. സെക്രട്ടറി കൊടുക്ക്, കൈ കൊടുക്ക്. അങ്ങനെ സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി ഒന്നിക്കുന്നതാ. സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി ഫോട്ടോ എടുക്ക്, സ്റ്റിൽ എടുക്കില്ല. അസർ ഇവിടെ പോയി ആര് എടുക്ക്. ആര് പേര് അടുത്ത നമ്പർ 16. ഞാൻ ചോദിക്കാം. പോലെ കൈ കൊടുത്തിട്ട് 16 മുഹമ്മദ് നസീർ കെ. അതാരാ? മുഹമ്മദ് നസീർ കെ. 2 വരുന്നത്. 18 ടോപ്പിനുള്ളതാണല്ലോ. അതാണ് ഞാൻ 17 വിളിച്ചിട്ടുണ്ട്. ആരാണ്? സഹീർ അല്ലേ? പിന്നെ നിങ്ങൾ വിളിച്ചു നേരത്തെ. നേരത്തെ എത്രയും എടുത്ത്? നേരത്തെ 17 ആണ്. 18 ആയിരിക്കും. 17 അങ്ങ് വിളിച്ചിട്ടുണ്ടാ. എന്നാ 17 എൻ്റെ ഇത് ക്യാമറ ഞാൻ തന്നെ ഇരിക്കണോ? പറയട്ടെ, ഞാൻ ചോദ്യം നേരത്തെ മാറിപ്പോയത്. ചോദിക്കട്ടെ. ബൈത്തുൽ മുഖദ്ദിസിന്റെ ആദ്യകാല വനിതാ പരിപാലക എന്നറിയപ്പെടുന്ന ഏക വനിത?
അല്ലാന്ന് മുഹമ്മദ് നസീറിൻ്റെതാണ്. ആ പറഞ്ഞോടെ എന്നോട് ചോദിച്ചു അല്ല ഒന്ന് നേരത്തെ ചോദിച്ചു. അതിന് പറഞ്ഞില്ലല്ലോ, മാറ്റിച്ചില്ലേ? ഞാൻ ഏതായാലും വേണ്ടെന്ന് നമ്മളത് മൂന്നാമത് വേണ്ടെന്ന് പിന്നെ ഇങ്ങനെ നറുക്ക് വീണ്ടും വരുന്നത് അല്ല പായ്ച്ചിലേറ്റിപ്പോ അപ്പൊ ഞാൻ അടുത്ത ആളെ ഇത് ടിക്ക് വിട്ടിട്ടുണ്ടല്ലോ നേരത്തെ പെട്ടതാ. പെട്ടതാണ്. ഞാൻ അടുത്ത ആളാ ഞാനാണ് അല്ലേ പറയണോ? ചോദ്യം പറയ്. ബൈത്തുൽ മുഖദ്ദിസിന്റെ ആദ്യകാല വനിതാ പരിപാലക. വനിതാ പരിപാലക. ഉറക്കെ പറയൂ, ഉറക്കെ പറയണം. ഇതൊക്കെ നമ്മൾ അറിയുന്നതല്ല. ഒക്കെ അറിയുന്ന ആൾക്കാരാ. പറഞ്ഞൂടി കിട്ടൂലേ? അങ്ങോട്ട് ദൂരെ നിന്ന് ഉറക്കെ പറഞ്ഞൂടി. കേട്ടില്ലേ? ഞാൻ പറഞ്ഞില്ല. ഇല്ല, കഴിഞ്ഞോ? കഴിഞ്ഞ് ഔട്ട് കഴിഞ്ഞ് അടുത്ത നറുക്കെടുക്കുക. അടുത്ത പറയും. സമയം ഈ കഴിഞ്ഞ് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യണം. അടുത്ത ആൾക്കില്ല. ആ ചോദ്യം ഉത്തരം സമ്മാനമുണ്ട്. ആ ബാഡ്ജ് എടുത്തിട്ട് അതല്ല ബാഡ്ജ് ഇതില്ലേ? രണ്ട് മക്കളെ, നാല് കുട്ടികളല്ലേ, രണ്ട് മക്കളെ വിവാഹം കഴിച്ച സഹാബി ആരായിരുന്നു? അറിയില്ല. നൂറേ എന്നുള്ള പേര് വന്നില്ല. അടുത്ത ആ ബാഡ്ജ് ഇല്ലേ എങ്ങനത്തെ എടുത്ത് ഇനി അടുത്ത ചോദിച്ചാ. അടുത്ത ആൾ ഇത് ചോദിച്ചാൽ 12 മുഹമ്മദ് ഷാഫി. ആരാണ്? ആരാ? ഇബ്രാഹിക്ക് ഈ ചോദ്യം കിട്ടിയില്ല. ഇവർ പറഞ്ഞിട്ട് ഭർത്താക്ക ബസാല് വെള്ളം കൊടുക്കുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏതാണെന്നറിയാം? നിങ്ങളെ വണ്ടിയിലൊക്കെ പോകണല്ലേ? ഇതാ പോയ ഓട്ടോറിക്ഷ കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി, കേരളത്തിന്റെ തെക്ക് ഭാഗം നമ്മളെ അങ്ങോട്ട് പോകല്ലോ, കൊല്ലം കോട്ടയം അങ്ങോട്ട് പെട്ടാണല്ലോ. അപ്പോ അവിടെ നദിയാണ്. ആയലാണോ നദിയാണോ? അല്ലല്ല, ആ നദിയുടെ പേരാണ്. ഞാനുണ്ട്. ഇത് പറഞ്ഞു നോക്കിയാൽ ഏതെങ്കിലും വന്ന് കിട്ടിയാൽ ലെക്കിന് ഇല്ല, അതിന് ക്ലൂ ഇല്ലല്ലോ. ഉള്ളതിന് ക്ലൂ കൊടുക്കൂ. പറ്റില്ല ചോദ്യം കേട്ടോ. ചോദ്യം ഞാൻ പറയും. ചോദ്യം ഇവിടെ. നമ്പർ അതെന്താ പേര്? കേക്ക്. ജാബിറിനൊരു ചോദ്യം തരാറ്. ജാബിർ ലൈനിലല്ലേ ചോദ്യം കൊടുക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായി 10-ാം വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ച ബാലൻ. അതിന്റെ ഫോൺ ആദ്യമായി 10-ാം വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ച ബാലൻ. ബാലൻ എന്ന് പറഞ്ഞാൽ സഹാബി. 10 വയസ്സുള്ള കുട്ടി. അറിയില്ലേ? വായിച്ചു കൊടുക്കുക. അലി നറുക്കെടുക്കാൻ അവസരമുണ്ടോ? പങ്കെടുത്തല്ലോ, സന്തോഷമുണ്ട്. 7 ഇബ്രാഹിമാണ്. ഇബ്രാഹിം ചോദിച്ചില്ലേ? ചോദ്യങ്ങളോടാണ് വേറെ കൊടു. 21 ഇബ്രാഹിം കൊടുക്കണോ? ഇബ്രാഹിക്ക് വേറെ തരാം കേട്ടോ. ഇബ്രാഹിക്ക് വേറെ തരാം. ബദറുദ്ദീൻ. എഴുതിണ്ടാക്കിയ ആൾക്ക് ഇത് വേണോ? അത് വേണം, ഫോണല്ലേ എഴുതിണ്ടാക്കിയ ആൾക്കാ ചോദ്യം. ചോദ്യം വേറെ മതൃക്കാക്കുള്ള ചോദ്യം എന്താ അംഗീകരിക്കില്ലേ? സമ്മാനം ചോദിച്ചോട്ടല്ലേ? ഞാൻ ഇവരെ അതെ, പിന്നെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഈ ചലഞ്ചിന് ഇവര് ഓപ്ഷൻ ഇട്ടുണ്ട്. റിയാസ് ചീരട്ടിൽ. കേരള സംസ്ഥാനം നിലവിൽ വന്നത് ഏത് വർഷത്തിലാ? കേരള സംസ്ഥാനം നിലവിൽ വന്നത് സമയം നോക്കി ഒന്ന് ചിന്തിച്ചേ. കേരള സംസ്ഥാനം നിലവിൽ വന്നത് നിങ്ങളൊക്കെ പൊളിറ്റിക്കലായിട്ട് അറിയുന്ന അതാണ്.
കൊല്ല ചോദിക്കും അത് സ്വാതന്ത്ര്യമായി പോയില്ലേ അല്ല 50 പോരാ അതിന്റെ ഇടയ്ക്ക് ഇവിടെ ഒരാൾ പറഞ്ഞല്ലോ അല്ല ഒരാൾ അല്ല ഇവിടെ ഒരാൾ പറഞ്ഞില്ല കേട്ടിട്ടില്ല 56 രഘുവേ രഘു ഒരു ക്ലാസ് ഷെയ്ഖ് അബ്ദുള്ള ഷെയ്ഖ് അബ്ദുള്ള ഖുർആൻ ഏത് സഹാബിയാണ് ഖുർആൻ കോടീകരിച്ചത് ഏത് സഹാബിയാണ് കോടീകരിച്ചത് ഖുർആൻ അതെ പറഞ്ഞില്ല കഴിഞ്ഞോ നീണ്ടോ നീ നടക്കണ്ടോ അങ്ങോട്ട് തിരിഞ്ഞ വീഡിയോ എടുക്കാനൊക്കെ നിർത്തിയോ മെഹബൂബ് ആ അതെനിക്ക് പറയണ്ടേ നമ്പർ 3 നെയ്മു എളുപ്പമുള്ള ചോദ്യം വേണോ എത്ര മക്കളുണ്ട് ഇല്ല അപ്പോ ഖദീജാബിയിൽ നിന്നല്ല ഒരു പുത്രൻ ഉണ്ടായിരുന്നു ആ പുത്രന്റെ ആ സന്താനത്തിന്റെ പേരെന്താണ് പഠിച്ചില്ല ഖദീജാബിയിൽ നിന്ന് ദത്തെടുത്തൊരു മാറിയത്തിൽ കപ്പിയ എന്ന് പറഞ്ഞ അടുത്ത ചോദ്യം സ്ത്രീയിൽ ഒരു നമ്പർ കുട്ടി ജനിച്ചിരുന്നു ആ കുട്ടിയുടെ പേരാ നമ്പർ നമുക്ക് ആൺകുട്ടി ആ ഒക്കെ മരണപ്പെട്ടു ആ ഖദീജ ബീവിൽ അല്ലാതെ ഉണ്ടായത് നമ്പർ 10 ഖദീജ ബീവിൽ അല്ലാതെ ചോദ്യം പറഞ്ഞത് അത് കഴിഞ്ഞില്ലേ മാറിയത്തിൽ സഫിയക്ക് ചോദ്യം അടുത്ത് മാറ്റി ആർക്കാണ് ചോദ്യം പുത്രി ഫാത്തിമ വിവാഹം ചെയ്ത് എല്ലാവർക്കും അറിയാം അലി അറിയുന്നത് അവനാണെന്നല്ലേ പിന്നെ നിസ്സലാടെ മൂത്ത മകളുണ്ട് നമ്മുടെ പുത്രി സൈനബിന്റെ ഭർത്താവ് ആരാ ഇപ്പൊ ഇതിന് കിട്ടാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരമൊക്കെ ഇനിയിപ്പോ ഇവിടെ പറഞ്ഞു തരും ഇനി അടുത്ത നിങ്ങളെ സദസ്സില് ഇനി വർക്കില്ലേ മകളല്ലേ ആ 2 മക്കളെ കഴിച്ചാൽ പെട്ടെന്ന് പുസ്തകം പാസ് ചെയ്ത് ഇനി ഒരു നറുക്കമുള്ളൂ ഇനി ആർക്കാ ചോദ്യം എടുക്ക 30 കറക്റ്റ് മെഹബൂക്കാക്കുണ്ടോ ഈസി അല്ല മറ്റൊരാൾ വരാൻ ചെയ്യാം അനീസ് ഒന്നിക്കല്ലോ നമ്പർ 20 ഇതിലൊക്കെ ആള് വരാത്തുണ്ട് മെഹബൂബ് ഖാൻ ഞാൻ
നമ്പർ 20 ഒപ്പിട്ടില്ല എത്ര ഓ ദിവസം ദാ നിശ്ചലവാദിത്വം ഞാൻ 22 ഒപ്പിട്ടിരിക്കുന്നല്ലോ. 22 ഇരുന്നത് 22 ഒപ്പിട്ടിരിക്കുന്നത്. സൗറാ ഗുഹയില് കഴിഞ്ഞത് 40 ഒന്നുകൂടി ഒന്നും കൂടി ലാസ്റ്റ് ഫൈനൽ ഒന്നുകൂടി കുറച്ചാൽ കിട്ടും. ഇല്ലേ? ഓക്കെ അലോട്ടില്ല ഇവിടെയൊക്കെ പറഞ്ഞു പ്രാക്ടീസ് കൊടുത്തല്ലേ? ഞാനെടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇനി തന്നെ പറയാം. ചോദ്യം കേട്ടോ, അടുത്ത ചോദ്യം ഇനി എല്ലാവർക്കും പറയാല്ലേ? ആ പോരട്ടെ അങ്ങോട്ട് പറഞ്ഞോളൂ. നബ്സവാദിന്റെ ഭക്തിയാണ് അബൂ സുഫിയാന്റെ മകള് ഉമ്മു ഹബീബ. ഉമ്മു ഹബീബയുടെ യഥാർത്ഥ നാമുണ്ട്. അത് ഇതില് ഓപ്ഷൻ ഉണ്ട്. ഇതില് 1 ഹിന്ദ്, 2 റംല, 3 ഫാത്തിമ, 4 നസീബ. 1 ഹിന്ദ് എന്തിനറിയപ്പെടല്ലോ, ഹംസറല്ലാവിന്റെ ഇതില് പങ്കുവഹിച്ചാണ്. റംല, പിന്നെ 3 ഫാത്തിമ, 4 നസീബ. ഒന്നാമത്തെ ഹിന്ദ്. രണ്ടാമത്തെ ഉമ്മു ഹബീബ യഥാർത്ഥ നാമാണ്. അല്ല, അബൂ സുഫിയാന്റെ മകളാ. അബൂ സുഫിയാന്റെ മകളാണ് ഉമ്മു ഹബീബ എന്നാ പറയപ്പെടാ. യഥാർത്ഥ പേര് ഞാൻ പറഞ്ഞില്ലേ, റംല, ഫാത്തിമ. അതാ ഞാൻ ചോദ്യം കൊടുത്തത്. അതിന്റെ ഉത്തരം തരണ്ട. അതിന്റെ ഉത്തരം ചോദ്യം കേട്ടല്ല. ഏതെങ്കിലും സദസ്സിലൊക്കെ പോകുമ്പോ ഓർമ്മയുണ്ടാണോ? റംല എന്താണ്? ഉമ്മു ഹബീബ ഉമ്മു ഹബീബാണ് അതിന്റെ നാമം. യഥാർത്ഥ നാമം റംലാണ്. നിങ്ങൾ ഏതെങ്കിലും സദസ്സിലോ ഇനിയിപ്പോ ഉംറക്കൊക്കെ പോകുന്നതിന് ചോദ്യങ്ങൾ ഉണ്ടാവില്ലേ, അപ്പൊ അതില് ഓർമ്മപ്പെടുത്തുക. റംല ഓർമ്മയിൽ വെക്കുക. അഷ്റഫിന ഖുർആനിൽ അവസാനമായി ഇറങ്ങിയ ആയത്ത് ഏത് സൂറത്തിലാണ്? എത്ര ആയത്തിലാണ്? കിട്ടിയില്ലെങ്കിൽ അറിയുന്നവർക്ക് പറയട്ടെ. അവിടെ കഴിഞ്ഞില്ല. അവസാനമായിട്ട് ഇറങ്ങിയ ആയത്താണ്. അതോടുകൂടി ഏത് സൂറത്തിലാണ്? എത്രാമത്തെ ആയത്തിലാണ്? അറിയില്ല. ആർക്കാ അറിയാം? അല്ല, അൽ-ബഖറ. എത്രാമത്തെ ആയത്താണ്? അൽ-ബഖറയിലെ 281. ചെറിയൊരായത്താണ്. 281. അതിനിപ്പോ ചിലപ്പോ വൈകുന്നേരം വീണ്ടും ചോദ്യം വന്നാല് 281. എല്ലാവരും ഓർമ്മ വെച്ചോളിയാ. അതിന് പറഞ്ഞുതരാം ചോദ്യങ്ങളൊക്കെ. ആ 3 ദിവസം പറഞ്ഞതാണ്. ഖുർആനിലെ നബിമാരുടെ പറഞ്ഞിട്ട് 25. അബ്ദുൽ ഖാനോട് പറഞ്ഞ് 25 നബിമാരാണ്. 25 നബിമാര് പറഞ്ഞത്. ഖുർആൻ കോടീകരിച്ചത് എല്ലാവരും അറിഞ്ഞല്ലേ? ചോദ്യം ചോദിക്കാൻ ശരിയായില്ല. അപ്പൊ അങ്ങനെ പറയുന്ന ആൾക്ക് എല്ലാവർക്കും കൊടുക്കും. കഴിഞ്ഞോ? ഇനി എന്താണ് അടുത്ത പരിപാടി? സമ്മാനം കൊടുക്കുക. നമ്മുടെ ക്വിസ് മത്സരത്തിന് പങ്കെടുത്തവർക്കും സഹകരിച്ച എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനം. പങ്കെടുത്തവർക്കും അടുത്തതായിട്ട് ഹലോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കും. കുറഞ്ഞ സമയമുള്ളൂ. ഭക്ഷണം സമയം നിർത്താൻ പോണം. അപ്പോൾ പങ്കെടുത്ത എല്ലാവരും പ്രോത്സാഹന സമ്മാനം. ചോദ്യം ഉത്തരം പറഞ്ഞവർക്ക് ഉണ്ടാക്കില്ല. ആദ്യം ഉത്തരം പറഞ്ഞവർക്കും പങ്കെടുത്ത എല്ലാവർക്കും ഉള്ള പ്രോത്സാഹന സമ്മാനമാണ് അടുത്തത്. അത് കൊടുക്കുകയാണ്. കുട്ടികൾക്ക് ഉണ്ടാവില്ല കേട്ടോ. കുട്ടികൾക്കില്ല. ആരിഫിനൊന്നുമില്ല.
കൊടുത്താൾ എല്ലാവർക്കും കൊടുക്കും. അതിലിങ്ങനെ വരാൻ അവിടെ ക്യാമറ വെച്ചോളൂ. ഇല്ല അതല്ലല്ലോ, അറിവ് നേടാന്നുള്ള കഴിഞ്ഞോ? ചെക്കൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കറിയാൻ വാങ്ങിയിട്ട് ഒന്ന് പറഞ്ഞാൽ ചെക്കൻ്റെ പേര് അത് മറ്റെടുക്കും. അത് നിങ്ങൾ ഇവിടെ പേര് ആവാണ്ട ഇങ്ങനെ പറഞ്ഞു ആരെങ്കിലും പറഞ്ഞാൽ മതി. നമുക്ക് എല്ലാം പരാജയപ്പെട്ടാണ് ഒരാളൊന്നും അത് പറഞ്ഞ് ഇങ്ങനെ ഉണ്ട് എന്തെങ്കിലും അങ്ങനെ പറഞ്ഞാൽ 25 ഒന്ന് ഞാൻ പറയണോ ഉണ്ടാരോ എന്നാ അപ്പം അവർ കാര്യമായിട്ട് പറഞ്ഞു സീറ്റ് എവിടെ എൻ്റെ കഴിഞ്ഞില്ലേ? ഇരിക്കി എല്ലാവരും ഇരിക്കി. എല്ലാവരും ഒന്ന് ഇരിക്കട്ടാ. എന്താ പറയുന്നത്? പിന്നെ നമ്മുടെ വരിസംഖ്യന്റെ ഉറപ്പെടുത്തണം. എല്ലാവരും അല്ല അങ്ക് പറയാലോ, ഞങ്ങൾക്ക് പറയും ഖജാൻജി അല്ലേ? ഞാൻ പറയില്ല, നിങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞുതരാം. അതിപ്പോ എല്ലാരും ഉണ്ടാവില്ല. പിന്നെ ഒന്ന് പ്രത്യേകം ഇതിൽ ഒന്നും കൂടെ ശ്രദ്ധിക്കട്ടാ. പിന്നെ ഇവിടെ ഇപ്പൊ നമ്മള് 10-25 പേര് പങ്കെടുത്തിട്ടുണ്ടല്ലോ അല്ലെ, 3-2 ഉണ്ട്. ഈ വരിസംഖ്യയുടെ കാര്യത്തില് വരിസംഖ്യ അടയ്ക്കാത്തൊരു ഇതിൽ ആരുണ്ടോ? മാർച്ച് മുതലുള്ള തീരെ അടയ്ക്കാത്തൊരു ആരെങ്കിലും ഉണ്ടോ നമ്മളിതില്? നമ്മുടെ ഇത് തുടങ്ങിയതിന് ശേഷം വരിസംഖ്യ അടയ്ക്കാത്തൊരു ഇതിൽ ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ 4 മാസമായി. അപ്പോൾ അടയ്ക്കാത്തവര് മാർച്ച് മുതൽ അടയ്ക്കാത്തവർ ഇതിൽ ആരുണ്ടെങ്കിൽ കുടിശ്ശികയല്ല, ആദ്യം അടച്ചിട്ടില്ല, തീരെ അടയ്ക്കാത്തൊരു ഇതിൽ ആരുണ്ടോ? ആരാ? റാഫി പുതിയത് വന്നതാ. അത് അവരെ നമ്മൾ അടയ്ക്കാത്തവർ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങളെല്ലോടെ ഒരു തീരുമാനം എടുക്കുക. അത് റാഫിൻ്റെ അല്ല, നമ്മൾ മാർച്ചിൽ നമ്മുടെ പഴയ ആളുകൾ ഇതുവരെ അടയ്ക്കാത്തവരുണ്ട്, 4 മാസമായി. അല്ല, തീരെ അടയ്ക്കാത്തവര് എന്ത് ചെയ്യണം? നമുക്ക് എന്ത് ചെയ്യാ? പുറത്താക്കുക. അല്ല, നമ്മൾ നിരന്തരം ചർച്ച ചെയ്തതാണ്, നമ്മൾ ഒരുപാട് സമയം ബന്ധപ്പെട്ടതാണ്. ഞാൻ ഓഫീസിലുള്ള 5 ദിവസവും
ഉള്ള കിട്ടുന്ന ടൈമുകളിലൊക്കെ വിളിച്ച് ബന്ധപ്പെടലുണ്ട്. അവർ കൊടുക്കാന്ന് പറയും. പക്ഷേ ട്രഷറർ വിളിച്ചെടുത്തപ്പോൾ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി നിങ്ങളൊക്കെ തീരുമാനം എടുക്കുക. എന്താ ചെയ്യേണ്ടത് വെച്ചാൽ സംശയർ പറഞ്ഞ മാതിരി അതെ ശരി പറഞ്ഞ മാത്രമല്ല അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടി പറയും. എന്നിട്ട് അതിൽ ഒരാളെ പേര് പറയണ്ട. ഒരു മിനിറ്റ് എല്ലാവരും അഭിപ്രായങ്ങൾ പറഞ്ഞോട്ടെ. അടക്കി ഒരു മിനിറ്റ് എല്ലാവരും അഭിപ്രായം പറയട്ടെ. അതെ, അതൊരു പോയിന്റാണ്. അത് കാരണം ആദ്യം ഇത് ഉള്ളതിനെ കൊണ്ട് അതെ അതെ ഇനി പറഞ്ഞോളൂ അതെ ഇപ്പൊ 4 മാസമായിട്ടുണ്ട് നമുക്ക്. ഓക്കെ 2 മാസം സംശയം പറഞ്ഞായി 2 മാസം കൂടി. ഓക്കെ ഓക്കെ നമ്മൾ നിരന്തരം ഞാൻ കിട്ടുന്ന 5 ദിവസം ഡ്യൂട്ടിയിൽ ആരും ബന്ധപ്പെടാത്ത ഒരു ദിവസം അതിലൊക്കെ ഓരോരുത്തർക്ക് അറിയാതെ ഞാൻ വിളിക്കലുണ്ട്. അതെ അതെ അതാണ് നമുക്ക് ആവശ്യം. കാരണം നമ്മുടെ കാരുണ്യ പ്രവർത്തനം ഈ 200 റുപ്യ കൊണ്ടാണ്. 200 റുപ്യ ഇപ്പം നമ്മളവിടെ സംബന്ധിച്ച് ആർക്കും ഒരു പ്രയാസം ഉണ്ടാവില്ല. 200 റുപ്യ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ 16 റുപ്യ അയച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വീട്ടു ചെലവ് കഴിയുന്നത് 5000 റുപ്യ ആയിരിക്കും. അതെ ഫണ്ടിൻ്റെത് നമ്മുടെ മൊത്തത്തിൽ കമ്മിറ്റിക്ക് അടിത്തറക്ക് വേണ്ടിയിട്ട് നമ്മളെ കയ്യിൽ ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ റിയാസിന്റെ പ്രശ്നം വന്നു. അതേമാതിരി നമുക്ക് കമ്മിറ്റിക്ക് എന്തെങ്കിലും ഒരു പൈസ കയ്യിൽ വേണം. കൂട്ടച്ചേർച്ച പാടില്ല. കൂട്ടച്ചേർച്ച പാടില്ല. കൂട്ടച്ചേർച്ച പറയരുത്. ഓരോരുത്തർക്കും പറയാം. ഓരോരുത്തർ പറയാം. അതെ പറഞ്ഞോളി. അതെ 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 മജീദ്ക്ക അതെ അതെ മതി. അതായിക്കോട്ടെ. അതാണിപ്പോ സംശയം സൂചിപ്പിച്ചേ. അത് നിർബന്ധം നമ്മളെ ഘടക കമ്മിറ്റി നിർബന്ധമാണ്. അതെ അതെ ആ നിയമത്തിന് നമുക്ക് നിൽക്കാം. അത് പിന്താങ്ങാം. അതെ അതിനെ പിന്താങ്ങാം. അത് പിന്താങ്ങൽ എല്ലാവരും അല്ലേ? ഓക്കെ ഓക്കെ അത് ജൂൺ 4 2 മാസം കൂടി ഉണ്ട്.